വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെജിറ്റബിൾ പ്രിന്റിംഗ് ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ബിഗിനേഴ്സിന് പോലും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ബോട്ടിൽ ആർട്ടാണ് ഇത്. ഈ ഫ്ലവേഴ്സൊക്കെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് വെണ്ടയ്ക്ക, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത്. ഞാനിത് ഫുള്ള് വെജിറ്റബിൾസ് വെച്ചിട്ടാണ് ചെയ്തത്. ഞാൻ ബ്രഷ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. വയ്ക്കാൻ അറിയാത്തവർക്ക് പോലും ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഇതിൽ ടിഷ്യൂ പേപ്പർ പേസ്റ്റ് ചെയ്ത് ഡ്രൈ ആയിട്ടാണ് ഞാൻ ഈ ബോട്ടിൽ പെയിൻറ് ചെയ്യുന്നത്. വീട്ടിൽ പെയിൻറ്റിങ്ങുകാരുണ്ടായിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ അവർ കുറേ പെയിൻറ്റും ബ്രഷൊക്കെ അവർ പോകുമ്പോൾ ഇവിടെ വെച്ചിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ പെയിൻറ്റും ബ്രഷും യൂസ് ചെയ്തിട്ടാണ് ഇവിടെ പെയിൻറ് ചെയ്യുന്നത്. വലിയ ബ്രഷ് ആയതുകൊണ്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചാൽ മതി. വേഗം നമുക്ക് 1 മിനിറ്റ് കൊണ്ട് നമുക്ക് അടിച്ച് തീർക്കാവുന്നതാണ്. പിന്നെ ഞാൻ എൻ്റെ ഡ്രസ്സിലും കയ്യിലും ഒക്കെ ആയാൽ ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ പഴയ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ബോട്ടിൽ ആർട്ട് ചെയ്തിട്ട് കുറേ ആയി. ആരും എന്നോട് പിണങ്ങരുതേ. എൻ്റെ സിസ് ഒരു ബ്രാൻഡ് ബിസിനസ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വ്ളോഗുകൾ ചെയ്യുന്ന തിരക്കിലായിരുന്നു. സോറി. മൂണി സ്റ്റൈൽസ് എന്നുള്ള ടീഷർട്ടിൻ്റെ ബ്രാൻഡാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ മൂണി സ്റ്റൈൽസിന്റെ ഒരു ടീഷർട്ട് ഇട്ടിട്ടുണ്ട്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ടീഷർട്ട്സ് ആണ്. എന്തായാലും വെബ്സൈറ്റിൽ കയറി നോക്കുവോ. നേരത്തെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് ഡ്രൈ ആയതാണിത്. അത്ര വൃത്തിയൊന്നും ഇല്ല. ചിലപ്പോൾ എനിക്ക് ഒട്ടിക്കാൻ അങ്ങനെ അറിയാത്തതുകൊണ്ടായിരിക്കും. സോറി. ഞാൻ ഇനാമൽ പെയിൻറ് അടിച്ചുകൊണ്ടാണ് ഇതിന് ഇത്രയെങ്കിലും ഭംഗി. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വൃത്തിയായിട്ട് ചെയ്യണേ. വെജിറ്റബിൾ പ്രിൻ്റ് പ്ലെയിൻ ബോട്ടിൽ പിടിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ടിഷ്യൂ പേപ്പർ ഇതിൽ പേസ്റ്റ് ചെയ്തത്. അല്ലാതെ ഞാൻ എന്താ പറയുക, ടിഷ്യൂ പേപ്പർ പേസ്റ്റ് ചെയ്യാതെയാണ് ഞാൻ ചെയ്യാറ് ബോട്ടിൽസ്. ഇത് ബോട്ടിൽ പിടിക്കുമോ അറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഏതായാലും സക്സസ് ആവുമോ നോക്കാം. ബ്രഷ് ഒന്നും യൂസ് ചെയ്യാതെ നമ്മൾ വെജിറ്റബിൾസും പെയിൻറ്റും മാത്രമേ നമ്മൾ ഈ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ വെജിറ്റബിൾസ് പോലെ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ക്യാരറ്റാണ്. നമ്മൾ ഇതേപോലെ പൂവ് കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഇത് ഞാനല്ല കേട്ടോ കട്ട് ചെയ്തത്, ഇത് ഉമ്മയാണ് കട്ട് ചെയ്യുന്നത്. ഉമ്മി കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. കുട്ടികളൊന്നും ഈ കത്തി എടുത്ത് ഇത് കട്ട് ചെയ്യുന്നത് ചിലപ്പോൾ കൈ മുറിഞ്ഞു പോകും. ഞാൻ നിങ്ങൾക്കൊരു ഇതേപോലെയുള്ളൊരു കട്ടറും പിന്നെ ഒരു ക്യാരറ്റും പിന്നെ നിങ്ങൾ പെൻസിൽ വെച്ച് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്യാം. എനിക്കിഷ്ടമുള്ള ഡിസൈനാണ് എടുക്കാം കേട്ടോ. ഇതേപോലെ നമുക്ക് ലീഫ് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഉമ്മ ഇപ്പോൾ ഇതാ നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ഉണ്ട്, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പാറ്റേൺ വെച്ചിട്ടാണ് ഞാൻ ബോട്ടിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇപ്പം ഞാൻ അതിൽ പെയിൻറ് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇങ്ങനെ കുത്തരുത്. നമ്മൾ ഇവിടെ ഒരു സ്പോഞ്ച് വെച്ച് കൊടുക്കണം. പിന്നെ ഞാൻ വേറൊരു സ്പഞ്ചും വെച്ചിട്ടുണ്ട്. അതിലൊന്ന് കുത്തി നോക്കിയിട്ട് വേണം ചെയ്യാൻ. നമ്മൾ ഇതിൽ നല്ലോണം ഇങ്ങനെ പ്രസ് ചെയ്യണം. ആ പെയിൻറ് ഇങ്ങനെ ഈ സ്പഞ്ചിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിന് നമ്മൾ കുത്തിക്കൊണ്ടിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഒന്ന് ബോട്ടിൽ അപ്ലൈ ചെയ്യാം. ക്ലോത്തിലാവുമ്പോഴാണ് ഇതിന് ഏറ്റവും ഭംഗി. ക്യാരറ്റ് പെയിന്റ് ചെയ്യാൻ മാത്രമല്ല കേട്ടോ, ക്യാരറ്റ് കഴിച്ചാൽ ഭംഗി കൂടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. ഇനി ഞാൻ റെഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാനിത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ക്ലോത്തിൽ ചെയ്യുന്ന അത്രയും വൃത്തിയില്ല, എന്നാലും കുഴപ്പമില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് വൃത്തിയിൽ
ചെയ്യണം. നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഏത് ഡിസൈനും ചൂസ് ചെയ്യാം. അടുത്തത് ഞാൻ വെണ്ടയ്ക്കാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള സീഡ്സ് ഒക്കെ നമ്മൾ എടുത്ത് ഒഴിവാക്കണം. തുടങ്ങിയിട്ടുണ്ട്. നമുക്കുള്ളത് വെച്ച് ഇങ്ങനെ പിശുക്കി പിശുക്കി അഡ്ജസ്റ്റ് ചെയ്യാം. ഫ്ലവർ ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. ഞാൻ ഇവിടെ ഒരു സ്പഞ്ച് വെച്ച് കൊടുക്കുകയാണ്. നല്ല വൃത്തി ഉണ്ടാവുള്ളൂ നമ്മൾ ചെയ്യുമ്പോൾ. ഈ സ്പഞ്ചിലൂടെ പുറത്തേക്ക് ഇങ്ങനെ പെയിൻറ് വന്ന് തുടങ്ങിയിട്ട് മാത്രമേ നിങ്ങൾ വെജിറ്റബിൾസ് കൊണ്ട് ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഷേപ്പ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പാറ്റേൺ നിങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് ഒന്ന് പതുക്കെ പ്രസ് ചെയ്യണം. ശക്തമായിട്ട് പ്രസ് ചെയ്യരുത്, വെജിറ്റബിൾ പൊട്ടിപ്പോവും. ഞാൻ ഈ ലീഫ് ഉരുളക്കിഴങ്ങിനോടാണ് കട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ എല്ലാ ഡിസൈൻസും ചെയ്ത് കഴിഞ്ഞു. ഞാൻ ടൂത്ത് പിക്ക് കൊണ്ട് ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിലൊക്കെ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ ഫ്ലവേഴ്സിൻ്റെ ലുക്ക് തന്നെ മാറി. ഞാൻ ഫ്ലവേഴ്സിൻ്റെ ഇടയ്ക്കും ടൂത്ത് പിക്ക് കൊണ്ട് സ്കിൻ കളർ കൊണ്ട് ഡോട്ട് ഇട്ടു. ഇത് ക്ലോത്തിൽ ചെയ്താൽ നല്ല ഫിനിഷിങ് ഉണ്ടാവും. ബോട്ടിൽ അത്ര ഇല്ല. പിന്നെ ക്ലോത്തിൽ വെജിറ്റബിൾ പ്രിൻറ്റിങ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഉടനെ ഷെയർ ചെയ്യാം. നിങ്ങളിത് ബോട്ടിൽ ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യണേ. നമ്മളിപ്പോൾ വെജിറ്റബിൾ പ്രിൻറ്റിങ്ങിൻ്റെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിത് ചെയ്യുമ്പോൾ തന്നെ മഴ പെയ്തോ ഞാൻ കുറേ നേരം അതിൽ കളിച്ചു. ഫുള്ള് വെള്ളപ്പൊക്കം വന്നതുപോലെയായി. ഗായ്സ്, നമുക്ക് ഈ വീഡിയോയുടെ അവസാനിപ്പിച്ചാലോ? വേറൊരു വീഡിയോ വീണ്ടും കാണാം.